ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിന്ന് പോകാൻ പോകുന്നത് പോണ്ടിച്ചേരിയിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീട്ടിലാണ്. ഇനി നമുക്ക് നേരെ ദാസപ്പൻ്റെ കടയിലോട്ട് പോകാം. അവിടെ നിന്ന് നമ്മൾ കാറിനകത്താണ് കൊല്ലത്തേക്ക് പോകുന്നത്. കൊല്ലത്ത് നിന്നാണ് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ആശാന്റെ കട എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് കൊല്ലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ട്രെയിനും 3 മണിക്കാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം കാണാം. അങ്ങനെ നമ്മൾ ഓച്ചിറയോട് വിട പറയുകയാണ്. നമ്മളിപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നമുക്കങ്ങനെ റാഷിദിനെയും കൂടെ പിക്കപ്പ് ചെയ്യണം എൻ്റെ കോളേജിൽ നിന്ന്. എന്നിട്ട് അവിടെയും കൂടെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ നേരെ പോകുന്നത്. അങ്ങനെ നമ്മൾ റാഷിദിന്റെ കോളേജിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് റാഷിദ് പഠിക്കുന്ന കോളേജ്, ഐഷ മജീദ്. നമ്മൾ അവനെ കാത്തിവിടെ കിടക്കുകയാണ്. ഇതാ റാഷിദ് ആ മുണ്ടെടുത്തോണ്ട് വരുന്നത്. റാഷിദ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റാഷിദ് നമ്മളിവിടെ കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ കരുനാഗപ്പള്ളി എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു 20 കിലോമീറ്റർ ഉണ്ട്, റൗണ്ട് ചെയ്ത് 20 കിലോമീറ്റർ ഉണ്ട്. പള്ളിയിലെ പ്രസിദ്ധമായ ഒരു അമ്പലമാണിത്. നമ്മളങ്ങനെ ഇപ്പം ചവറ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നിർത്തിയിട്ടൊക്കെയാണ്. നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി ബാക്കി കൊല്ലത്തേക്ക് പോവാം. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് പോവാം. അതാകുമ്പം ട്രെയിനിൽ നിന്നും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ കൊല്ലത്തേക്ക് പോവാം. നമുക്ക് അങ്ങനെ നമ്മൾ കൊല്ലം എത്തിയിരിക്കുകയാണ്, റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ട്രെയിനിന് അവിടെ എൻക്വയറി പോയി ചോദിക്കണം എത്രാമത്തെ പ്ലാറ്റ്ഫോമാണ്. അതൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് നമുക്കിനി ട്രെയിൻ എത്രാമത്തെ സീറ്റാന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും
നമ്മളങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് കയറുകയാണ്. അപ്പം റാഷിദും ഇജാസും തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവർക്ക് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവർ തിരിച്ചു പോവുകയാണ്. നമുക്കെന്തായാലും അവരെ യാത്ര ആക്കിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇപ്പോൾ അങ്ങനെ നമ്മൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിനിൻ്റെ പേര് അനന്തപുരി എക്സ്പ്രസ് ആണ്. കൊല്ലം ടു ചെന്നൈ എഗ്മോർ നമ്മുടെ ട്രെയിന്. ഇപ്പം നമുക്ക് നമ്മുടെ സീറ്റിലേക്ക് പോയിരിക്കാം. നമ്മുടെ സീറ്റ് S3യിൽ 4ാമത്തെ സീറ്റാണ്. നമുക്ക് നേരെ സീറ്റിലേക്ക് പോയിരിക്കാം. അങ്ങനെ നമ്മുടെ സീറ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ സീറ്റ്. നമുക്ക് ബാഗെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒത്തിരി ലഗേജ് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9 മാസമായി ഞാൻ പോണ്ടിച്ചേരി നാട്ടിലോട്ട് വന്നിട്ട് ഇപ്പോൾ 9 മാസമായി. അതുകൊണ്ട് കുറേയേറെ ലഗേജ് ഉണ്ടായിരുന്നു. ഇപ്പം പോകാൻ പോകുന്ന വണ്ടി അനന്തപുരി എക്സ്പ്രസ് ആണ്. ഇത് ഡെയിലി ഉള്ളതാണ്. ഡെയിലി കൊല്ലത്തുനിന്നുണ്ട്. കൊല്ലത്തുനിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊല്ലം ടു വില്ലുപുരമാണ്. വില്ലുപുരം എത്തിയിട്ട് അവിടുന്ന് 30 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ രമണം വെച്ച് വന്ന് അപ്പ് ചെയ്യും. പിന്നെ രമണൻ്റെ കൂടെ നമ്മൾ പോണ്ടിച്ചേരിക്ക് പോവുകയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. 3 മണിയാകുമ്പോഴാണ് നമ്മുടെ ട്രെയിൻ എടുക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. കൊറോണ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ലോക്കലിൽ കയറേണ്ടി വന്നേനെ. ഇവിടെ പിന്നെ അങ്ങനെ ഇടിയും തിരക്കും ഒന്നും കാണത്തില്ല. ലോക്കലിലായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഇരിക്കാൻ പോലും സ്ഥലം കാണത്തില്ല. അതിൽ കൂട്ട് തിരക്കായിരിക്കും. നമുക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സീറ്റ് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഫുള്ള് ഭയങ്കര ആളായിരിക്കും. നമുക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നിനും പറ്റത്തില്ല. അതേ കൂട്ട് തിരക്കായിരിക്കും. ഇനി എന്തായാലും നമുക്ക് കാഴ്ചകളെല്ലാം കാണാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മളിപ്പം ഈ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ടിച്ചേരി വരെ പോകത്തില്ല. നമ്മൾ വില്ലുപുരം വരെയാണ് പോകുന്നത്. വില്ലുപുരം വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് കയറിയോ ട്രെയിൻ കയറിയാണ് പോകേണ്ടത്. അപ്പം നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി രമണം വെച്ച് വരുന്നുണ്ട്. അവിടെ നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പായി തോന്നും, ലാഗായി പോകും. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് ഉറപ്പായിട്ട് നമ്മൾ കാണിക്കാം. ഇനി നമുക്ക് കാഴ്ചകൾ കാണാം. കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിനി നേരെ വില്ലുപുരം എത്തിയിട്ട് നമുക്ക് രമണനെയൊക്കെ പരിചയപ്പെടാം.
അങ്ങനെ നമ്മൾ തമിഴ്നാട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പാരശാല എത്തി. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. പിന്നെ അധിക സമയം നമുക്ക് ഇനി വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വില്ലുവരം എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. കാരണം എന്ന് വെച്ചാൽ ഇരുട്ടായി തുടങ്ങി. അപ്പം നല്ല ക്ലാരിറ്റി കാണില്ല നമ്മുടെ വീഡിയോയ്ക്ക്. അതുകൊണ്ടാണ് നമുക്കെന്തായാലും നേരെ വില്ലുവരം എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ രമണനെ കാത്തിരിക്കുകയാണ്. കുറച്ച് നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ രമണൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര മഴ, അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണ് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതുകൊണ്ട് അവനെ കാത്തിരിക്കുകയാണ്. അവനെന്തായാലും വന്നിട്ട് പോണ്ടിച്ചേരിക്ക് പോകാം. അങ്ങനെ നമ്മുടെ രമണ മച്ച എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോണ്ടിച്ചേരിയിലേക്ക് പോകാം. നമ്മുടെ പോപ്സിനകത്താണ് നമ്മൾ പോകുന്നത്. ഇനി നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം കാണാം. അങ്ങനെ നമ്മളിപ്പോൾ പോണ്ടിച്ചേരി എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ ഇപ്പം മധുകടിപ്പേട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷാമച്ച വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിനി കുറച്ചുകൂടെ ഉണ്ട് പോകാൻ. നമുക്കിനി നേരെ അവിടെ ചെല്ലാം, റൂമിലോട്ട് പോകാം. എന്നിട്ട് ബാക്കി കാഴ്ചകളെല്ലാം കാണാം. അപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പുതിയതായിട്ടെടുത്ത വീട്ടിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീടും ഒക്കെ കാണാം. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. കിടിലൻ വ്യൂ തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ കാണാം. പിന്നെ നമുക്കിനി വീട്ടിലെ റൂമെല്ലാം കാണാം. ഫസ്റ്റ് ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ഹാള്, പിന്നീട് ഒരു അടുക്കള ഉണ്ട്. പിന്നെ നമ്മൾ നേരെ വരുമ്പോൾ ഒരു റൂമുണ്ട്. അത് ഇച്ചിരി വലിയ റൂമാണ്. അതിലൂടെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. പിന്നെ നമ്മൾ ഹാളിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറൊരു ചെറിയ റൂമുണ്ട്. ഇതാണത്. ഇതാണ് ഇപ്പോൾ നമ്മൾ എടുത്ത വീട്, പുതിയ വീട്. ഇനി നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഈ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ വീട്ടിൽ പോയി സാധനങ്ങളും ബൈക്കൊക്കെ നമ്മൾ അവിടെ ഇരിക്കുമല്ലേ, അപ്പോൾ അതൊക്കെ എടുക്കണം. കുറേ പണിയുണ്ട്, അത് നോക്കണം. നമുക്ക് ബൈക്കൊക്കെ ഇപ്പോൾ എന്താ അവസ്ഥയിലാണെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം എന്തായാലും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ ഉള്ളു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ബൈ ബൈ.